ഡാൻസ് പഠിക്കുക എന്ന മോഹം കൊണ്ടാണ് ഇങ്ങ് തിരുവനന്തപുരത്ത് എത്തിയത്. എത്തിപ്പെട്ടതോ വലിയൊരു മുതലമടയിലും. ഏകദേശം 70-80 കാലഘട്ടത്തിൽ ബ്രേക്ക് ഡാൻസ് കേരളത്തിൽ കൊണ്ടുവന്ന ഒരാളെയാണ് നമ്മൾ ഇനി പരിചയപ്പെടാൻ വേണ്ടി പോകുന്നത്. ബാബു ഫുട്ലൂസേഴ്സ്. ചേട്ടാ എത്ര കാലമായി ഇപ്പോൾ ഏകദേശം ഈ ഒരു ബ്രേക്ക് ഡാൻസ് തുടങ്ങിയിട്ട്? 36 years ആയി. ഇങ്ങനെ ബ്രേക്ക് ഡാൻസോടുള്ള ഒരു കമ്പം കൊണ്ട് തന്നെയാണോ പണ്ട് തൊട്ടേ ഇങ്ങനെ ഒരു ബ്രേക്ക് ഡാൻസിലേക്ക് കടന്നത്? തീർച്ചയായും ജിംനാസ്റ്റിക്സ് നേരത്തെ പഠിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ ബ്രേക്ക് ഡാൻസിൻ്റെ കുറച്ച് കൂടുതൽ കമ്പം ഉണ്ടായിരുന്നു. അത് പ്രാക്ടീസ് ചെയ്യാനും പഠിക്കാനും എളുപ്പമാകും ചെയ്യും. പെട്ടെന്ന് ചെയ്യാൻ സാധിച്ചു. ആയിരക്കണക്കിന് കലാപ്രതിഭകളെ വാർത്തെടുത്ത താരം 1980 കാലഘട്ടത്തിൽ ബ്രേക്ക് ഡാൻസിനെ മലയാളികളെ പരിചയപ്പെടുത്തിയതും ഇദ്ദേഹം തന്നെ. തമിഴിലും മലയാളത്തിലുമായി 65ഓളം സിനിമകൾ. സ്ക്രീനിൽ കൊറിയോഗ്രാഫറായും ഫൈറ്ററായും നിറഞ്ഞു നിന്നു. ഇതിൽ പലതും സൂപ്പർ ഹിറ്റുകളും. ഞാൻ ആദ്യം നാരദൻ കേരളത്തിൽ സിനിമ നെടുമുടി വേണു സാർ അഭിനയിച്ചിരുന്നത്. അതിൽ ഞാനൊരു ഫൈറ്ററായിട്ടാണ് വരുന്നത്. പിന്നെ വന്നിട്ട് ക്രൂരൻ സിനിമയിലും ഫൈറ്ററായിട്ട് വന്നു. ആദ്യം തുടക്കം ഫൈറ്ററായിരുന്നു. പിന്നെ ഒരു കാണ്ട എന്ന് പറഞ്ഞ സിനിമയിൽ ഡയറക്ടറായിട്ട് എനിക്കൊരു ഡാൻസ് മാസ്റ്ററിൻ്റെ ഒരു കിട്ടി. പക്ഷേ ആ ഫിലിം സുധാചന്ദ്രൻ മാമായിരുന്നു. ആ ഫിലിം ഇറങ്ങിയില്ല. പിന്നെ വന്നിട്ട് ഹൈവേ, കുറ്റപത്രം, എഴുന്നള്ളത്ത്, കണ്ടകാവ്യം, വക്കാലത്ത് നാരായണൻകുട്ടി, ഒരു താരം ഉദയമാകരുത്, പൂച്ചൂടവ, ഗംഗാ ഗൗരി, ചതിക്കാത്ത ചന്തു, മാട്ടുപ്പെട്ടി മച്ചാൻ, ഇങ്ങനെ കുറേ സിനിമകൾ. ഇനി പുതുതായിട്ട് 2 ഫിലിം ഈ മന്ത് ഒരു ഫിലിം ചെയ്യുന്നുണ്ട്. ഒപ്പം അതുപോലെ തന്നെ രമേഷ് പിഷാരി അഭിനയിക്കുന്ന ഒരു പുതിയ മൂവി ചെയ്യുന്നുണ്ട്. ഈ മാസം 2 മൂവി ഉണ്ട്. കേരളത്തിലെ ആദ്യത്തെ ബ്രേക്ക് ഡാൻസ് ഗ്രൂപ്പുകളിലൊന്നാണ് ദി ഫൂട്ട് ലൂസേഴ്സ്. 1986 സ്ക്രിമ്മേഴ്സ് എന്ന പേരിൽ സ്ഥാപിച്ച സ്ഥാപനം പിന്നീട് 1988 ദി ഫൂട്ട് ലൂസേഴ്സായി മാറി. ചുവടുകൾ വെക്കാൻ പ്രായം എന്തിനെന്നാണ് അദ്ദേഹത്തിന്റെ ചോദ്യം. 38 വർഷം മുൻപുള്ള ചുവടുകളിലെ ആവേശം ഇന്നും നൃത്തത്തിലുണ്ടെന്നത് ഉത്തരങ്ങളായി തന്നെ അദ്ദേഹം അവതരിപ്പിച്ചു. പ്രായത്തിന്റെ യാതൊരു മടുപ്പുമില്ലാത്ത കലാകാരൻ ഇപ്പോഴും കലാരംഗത്ത് നിറസാന്നിധ്യമായി അദ്ദേഹത്തിന്റെ കയ്യൊപ്പുകളുണ്ട്. വീഡിയോ ജേർണലിസ്റ്റ് സബിൻജത്തിനൊപ്പം റിപ്പോർട്ടർ അർച്ചന രവീന്ദ്രൻ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.